റോൾ പ്ലേ 2024 പുറത്തിറങ്ങിയ ആമസോൺ പ്രൈം ഒറിജിനൽ സിനിമയാണ്. ആമസോൺ പ്രൈമിൽ കൂടെ തന്നെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തിയേറ്റർ റിലീസൊന്നും ആയിരുന്നില്ല ഭാഗ്യത്തിന്. ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയൊരു സിനിമയാണ്. കാരണം ഇതിൻ്റെ ഒരു ട്രെയിലർ റിലീസായ സമയത്ത് ഞാൻ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കൊരു ഇന്നർ തോട്ട് വരുമല്ലോ, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന ആ ഒരു പ്രതീക്ഷയോടെ 2024 നല്ലൊരു സിനിമയായിരിക്കും എന്ന് കാണാൻ പോയ ഒരു സിനിമയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. ഒരു ആവറേജ് അനുഭവം തന്നെ ഈ ഒരു സിനിമ തന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഡിസപ്പോയിൻമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ട്രെയിലറും കണ്ടിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച സിനിമകൾ കാണാൻ പോരുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നല്ല സിനിമയായിരിക്കുമെന്ന പ്രതീക്ഷയോടെ പോയി, പക്ഷേ ഒരു 1.5-2 മണിക്കൂർ വെറുതെ പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടായെന്നുള്ളതാണ്. നമ്മൾ യൂഷ്വലി കാണാറുള്ള സ്പൈ സിനിമകൾ, അതായത് ഇപ്പം എല്ലാ സ്പൈ സിനിമകളും മെയിൽ ഓറിയൻറ്റഡ് ആണ്. ഇപ്പം യൂഷ്വലി പറയുകയാണെങ്കിൽ ഫാമിലി പ്ലാൻ പോലുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കില്ലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അയാൾക്ക് നോർമൽ ലൈഫ് വേണം, സെറ്റിൽഡ് ലൈഫ് വേണമെന്ന് പറയുന്നു. ഒരു ആളെയുമായിട്ട് പ്രേമത്തിലാവുന്നു, കല്യാണം കഴിച്ച് സെറ്റിലായിട്ട് ജീവിക്കുന്നു, മക്കളുണ്ടാവുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ ഒരു കവർ ബ്ലോൺ ആയി പോകുന്നു. അതായത് ഈ ഭാര്യയ്ക്കറിയില്ല ഇയാൾ ആരായിരുന്നു, ഇയാളുടെ ഭാഷ എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു കവർ ബ്ലോൺ ആവുന്നു. പിന്നെ അവർ ആ ഒരു എനിമികളെ എങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പോകുന്ന സിനിമകളാണ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. ഈ ഒരു സിനിമ ഗോസ്റ്റഡ് എന്ന് പറയുന്ന സിനിമയായിട്ട് ഏകദേശമൊക്കെ റിലേറ്റ് ചെയ്യാം. അതിനകത്ത് അന്ന ഡി ആർമാസിൻ്റെ ക്യാരക്ടർ ഒരു ഇൻ്റർപോൾ ഏജൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോൺട്രാക്ട് കില്ലർ ആണെന്നുള്ള വ്യത്യാസം മാത്രം. യൂഷ്വലി അവിടെ സെറ്റിലായിട്ടില്ല, ഇവിടെ സെറ്റിൽഡ് ലൈഫാണ്, കവർ ബ്ലോൺ ആയി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കോൺട്രാക്ട് കില്ലറായിരുന്നു. അവർ നോർമൽ ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് ഡേവ് എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് പ്രേമത്തിലാവുന്നു, കല്യാണം കഴിക്കുന്നു, 7 വർഷമായിട്ടൊരു നോർമൽ ലൈഫിൽ ജീവിച്ച് പോകുന്നു. ഇതിനിടയ്ക്ക് കൂടി ഒരു കോൺട്രാക്ട് കില്ലിങ് നടത്തുന്നുണ്ട്. അതായത് ഈ ഒരു കവർ ബ്ലോൺ ആവാതിരിക്കാൻ വേണ്ടി, ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നല്ല ഫണ്ടിങ് വേണം. അപ്പോൾ ആ ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് കുറേ കോൺട്രാക്ട് കില്ലിങ് നടത്തുന്നു. ഭർത്താവൊന്നും അറിയുന്നില്ല. ബിസിനസ് ട്രിപ്പുകളാണ് അല്ലെങ്കിൽ വർക്കിൻ്റെ ആവശ്യങ്ങളുമായിട്ടാണ് വേറൊരു രാജ്യങ്ങളിൽ പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ നോർമലി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയമാകുമ്പം ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട്, ആ സിറ്റുവേഷനാണ് ആകെ കൊള്ളാവുന്നതിനകത്തൊരു സീൻ, അത് ഞാൻ പറയുന്നില്ല. ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഈ എമ്മയുടെ കവർ ബ്ലോൺ ആയി പോകുന്നു. കവർ ബ്ലോൺ ആവുന്നില്ല, ഒരു മർഡറിൻ്റെ സിറ്റുവേഷനിൽ എമ്മയും ഭർത്താവിനെയും അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം എമ്മ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് പോകുന്നു. എമ്മയെ പിന്നെ കാണുന്നില്ല. പിന്നെയാണ് ഡേ പറയുന്നത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നു, FBI വരുന്നു, ഇൻ്റർപോൾ വരുന്നു. അങ്ങനെയാണ് അറിയുന്നത് എമ്മ എന്ന് പറയുന്നത് എമ്മ ഒരു വലിയ കോൺട്രാക്ട് കില്ലറാണ്, അന്നാബെല്ല എന്നാണ് പേരെന്നുള്ളത്. അങ്ങനെ എമ്മ ആ ഒരു എനിമികളുണ്ട്, സോവറിൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അവരുടെ കൂടെ യൂഷ്വലി നമ്മൾ കാണാനുള്ള സാധനമാണ്. അതായത് കോൺട്രാക്ട് കില്ലിംഗ് ആയാലും സ്പൈകളായാലും ഒരു ഫൗണ്ടേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് അവർ എന്ന് പറഞ്ഞിട്ട് നിർത്തി പോകുന്നു. അപ്പം യൂഷ്വലി അവർക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ ഒരു വലിയ മെയിൻ ആളാണ്, മെയിൻ കോൺട്രാക്ട് കില്ലറാണ്. അയാൾ പോയപ്പോൾ അയാളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പറയേ പോകുന്നു. ഇതിനകത്ത് ഈ അന്നബെല്ലർ അല്ലെങ്കിൽ എമ്മയുടെ ക്യാരക്ടറിൻ്റെ അച്ഛൻ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയത്. ഗൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഗന്നാണ് അന്നെ വളർത്തുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ പോകുന്നു. യൂഷ്വലി കാണാറുള്ള പോലെ ഈ ഒരു ഭർത്താവിനെയും മക്കളെയും വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അന്നെ ഇതെല്ലാം എങ്ങനെ സർവൈവ് ചെയ്യുന്നു, എങ്ങനെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് സിനിമ കാണിച്ചു വന്നത്. ഇതിനകത്ത് നമ്മൾ ക്രിഞ്ചായിട്ടുള്ളൊരു സ്റ്റോറി, അതായത് കണ്ട് മടുത്തൊരു സ്റ്റോറിയെ വീണ്ടും അതേ ക്രിഞ്ച് ഫീലോടുകൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? അതാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കുറച്ച് ഒരു 1-2 ഗൂസ് ബംപ് സീൻസും 1-2 എഡ്ജ് ഓഫ് ദ സീറ്റ് സീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു നല്ല സിനിമ, ഒരു ആവറേജ് സിനിമ എന്നെങ്കിലും പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളെന്ത് പ്രതീക്ഷിക്കുന്നു, നമ്മളെന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അത് തന്നെയാണ് അടുത്തത് കാണിക്കുന്നത്. അടുത്ത സീൻ ഇത് കാണിച്ചിരിക്കും. നമ്മൾ ചോദിക്കും ഓക്കെ അന്നെ ഇങ്ങനെ രീതി ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ അതങ്ങനെ തന്നെയാണ്. നമുക്കല്ലാണ്ട് ഒരു സിനിമ ഇതേപോലത്തെ സിനിമകൾ കണ്ടിട്ടുള്ള ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അല്ലാണ്ട് ഒരു പ്രത്യേകിച്ച് നല്ലൊരു സ്റ്റോറി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രിഞ്ച് സ്റ്റോറി ആണെങ്കിലും ചില പ്രസൻറ്റേഷൻ കിടിലമായി കഴിഞ്ഞാൽ നമുക്കതൊരു നല്ല സിനിമ എന്നുള്ള ഫീൽ വരും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു. അവസാനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എനിമികളെല്ലാം കൊല്ലുന്നു, അതൊക്കെ തന്നെ കാണിച്ചു പോകുന്നു. ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ തരുന്നു. അപ്പം ഇതിനകത്ത് ആകെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് കില്ലറാണെന്ന് അറിഞ്ഞിട്ടും പതിവ്രതനായ ഭർത്താവ് ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. യൂഷ്വലി നമ്മളിങ്ങനെയുള്ള സിനിമകളിൽ അവരൊന്ന് ബാക്ക്വേഡിലേക്ക് പോകും, എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സീനൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും അവർ തിരിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഭർത്താവ് ഭയങ്കര ട്രൂ ലവിൻ്റെ ആളാണ്. ഭാര്യ ഓക്കെ കോൺട്രാക്ട് കില്ലറാണോ, വിഷയമില്ല, എൻ്റെ ഭാര്യയല്ലേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ ആകെയുള്ളൊരു പോസിറ്റീവ്. അല്ലാണ്ട് ഇതിനകത്ത് ക്രിഞ്ച് സീനോടുകൂടി ക്രിഞ്ച് സീനാണ്. അല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ന്യൂ ഫീച്ചർ ഇല്ലാത്തൊരു സിനിമ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോയൊരു സിനിമയാണ് റോൾ പ്ലേ.